നമസ്കാരം, ഞാൻ സായി കൃഷ്ണൻ. അക്ഷരം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വിശദീകരിക്കാൻ പോകുന്നത് അർജുനൻ്റെ ശക്തിയേറിയ 18 അസ്ത്രങ്ങളെക്കുറിച്ചും ആയുധങ്ങളെക്കുറിച്ചിട്ടുമാണ്. വിഷയത്തിലേക്ക് കടക്കാം. ഒന്നാമത്തേത് ഗാണ്ഡീവം. അർജുനൻ്റെ വില്ല് ഗാണ്ഡീവം എന്നറിയപ്പെടുന്നു. അഗ്നിദേവനാണ് അർജുനന് ഗാണ്ഡീവവും അമ്പൊടുങ്ങാത്ത ആവനാഴിയും സമ്മാനിച്ചത്. രണ്ടാമത്തേത് പാശുപതാസ്ത്രം. പാണ്ഡവരുടെ വനവാസകാലത്ത് അർജുനൻ യുധിഷ്ഠിരൻ്റെ നിർദ്ദേശപ്രകാരം അസ്ത്രസമ്പാദനത്തിനായി വനത്തിലേക്ക് പുറപ്പെട്ടു. അവിടെ വെച്ച് അർജുനൻ ദേവേന്ദ്രനെ ദർശിക്കുകയും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം പരമശിവനെ പ്രത്യക്ഷനാക്കുവാൻ ഘോരതപസ്സിൽ ഏർപ്പെടുകയും ചെയ്തു. അർജുനൻ്റെ തപസ്സിൽ സംപ്രീതനായ മഹാദേവൻ അർജുനന് പാശുപതാസ്ത്രം നൽകി അനുഗ്രഹിച്ചു. തുടർന്ന് ഭഗവാൻ ശിവൻ ഇങ്ങനെ പറഞ്ഞു: അർജുന, ഇന്ദ്രൻ, യമൻ, വരുണൻ, കുബേരൻ, വായു തുടങ്ങിയ ഒരു ദേവന്മാർക്കും ഈ അസ്ത്രം സിദ്ധിച്ചിട്ടില്ല. പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും പാശുപതമേറ്റാൽ ഭസ്മമായി പോകും. വാക്ക്, നോട്ടം, മനസ്സ്, വില്ല് എന്നിവയാൽ പാശുപതാസ്ത്രം പ്രയോഗിക്കാവുന്നതാണ്. മൂന്നാമത്തേത് ബ്രഹ്മശീർഷാസ്ത്രം. ദ്രോണാചാര്യരായിരുന്നു അർജുനൻ്റെ ഗുരു. അർജുനൻ്റെ ഗുരുഭക്തിയിൽ പ്രസന്നനായ ദ്രോണാചാര്യർ അർജുനന് ബ്രഹ്മശീർഷാസ്ത്രം പ്രദാനം ചെയ്തു. നാലാമത്തേത് സമ്മോഹനാസ്ത്രം. വിരാട യുദ്ധത്തിൽ അർജുനൻ തൻ്റെ സമ്മോഹനാസ്ത്രം പ്രയോഗിച്ചപ്പോൾ മുഴുവൻ കൗരവരും മോഹാലസ്യപ്പെട്ട് വീണു. ധർമ്മിഷ്ഠനായ അർജുനൻ മോഹാലസ്യപ്പെട്ട് കിടന്നിരുന്ന ആരെയും വധിച്ചില്ല. തുടർന്ന് കൗരവസേന അപഹരിച്ച ഗോക്കളെ അർജുനൻ സ്വതന്ത്രരാക്കി. അഞ്ചാമത്തേത് അഞ്ജലികാസ്ത്രം. മഹാഭാരത യുദ്ധത്തിൻ്റെ 17-ാം ദിവസം കർണനും അർജുനനും തമ്മിൽ ഏറ്റുമുട്ടി. കർണന് ലഭിച്ച ശാപങ്ങൾ ഫലിക്കുവാനുള്ള സമയം വന്നെത്തി. കർണൻ്റെ രഥചക്രം ഭൂമിയിൽ താണുപോയി. കർണന് പരശുരാമ ശാപം കാരണം ബ്രഹ്മാസ്ത്രം ആവാഹിക്കാൻ കഴിഞ്ഞില്ല. ഉടനെ കർണൻ തൻ്റെ രഥചക്രം ഉയർത്തുവാനുള്ള സമയം തരണമെന്ന് അർജുനനോട് പറഞ്ഞു. എന്നാൽ കർണനെ വധിക്കാൻ കൃഷ്ണൻ അർജുനനെ പ്രേരിപ്പിച്ചു. തുടർന്ന് കർണൻ തൻ്റെ രഥചക്രം ഉയർത്താൻ പരിശ്രമിക്കുന്നതിനിടയിൽ അഞ്ജലീകം എന്ന അസ്ത്രം ഉപയോഗിച്ച് അർജുനൻ കർണനെ വധിച്ചു. ആറാമത്തേത് ആഗ്നേയാസ്ത്രം. സാധാരണ മാർഗങ്ങളിലൂടെ അണയ്ക്കാൻ സാധിക്കാത്ത തീജ്വാലകൾ പുറത്തുവിടുന്ന അസ്ത്രമാണ് ആഗ്നേയാസ്ത്രം. ഏഴാമത്തേത് വരുണാസ്ത്രം. ശക്തമായ അളവിലുള്ള ജലം പുറത്തുവിടുന്ന അസ്ത്രമാണ് വരുണാസ്ത്രം. ആഗ്നേയാസ്ത്രത്തെ നേരിടാനാണ് വരുണാസ്ത്രം ഉപയോഗിക്കുന്നത്. എട്ടാമത്തേത് ഇന്ദ്രാസ്ത്രം. അർജുനൻ്റെ കൈവശമുണ്ടായിരുന്ന ദേവേന്ദ്രൻ്റെ അസ്ത്രമാണ് ഇന്ദ്രാസ്ത്രം. ഒന്ന് തൊടുക്കുമ്പോൾ 1000 ശത്രുക്കളെ നശിപ്പിക്കുവാനുള്ള കഴിവ് ഇന്ദ്രാസ്ത്രത്തിനുണ്ടായിരുന്നു. ഒൻപതാമത്തേത് നാഗാസ്ത്രം. നാഗവംശത്തിൻ്റെ അസ്ത്രമാണ് നാഗാസ്ത്രം. ഒരു നാഗത്തിൻ്റെ രൂപമെടുത്ത് ശത്രുവിനെ വധിക്കുന്ന അസ്ത്രമാണ് അർജുനൻ്റെ കൈവശമുണ്ടായിരുന്ന നാഗാസ്ത്രം. പത്താമത്തേത് ഗരുഡാസ്ത്രം. ഗരുഡൻ്റെ രൂപമെടുത്ത് ശത്രുവിനെ വധിക്കുന്ന അസ്ത്രമാണ് ഗരുഡാസ്ത്രം. നാഗാസ്ത്രത്തെ നേരിടാനാണ് ഗരുഡാസ്ത്രം ഉപയോഗിക്കുന്നത്. 11ാമത്തേത് വ്യായവാസ്ത്രം. അർജുനൻ്റെ കൈവശമുണ്ടായിരുന്ന വായുദേവൻ്റെ അസ്ത്രമാണ് വ്യായവാസ്ത്രം. കൊടുങ്കാറ്റ് സൃഷ്ടിക്കാൻ കഴിവുള്ള അസ്ത്രമായിരുന്നു വ്യായവാസ്ത്രം. 12ാമത്തേത് മോഹിനിയാസ്ത്രം. വിഷ്ണുദേവൻ്റെ മോഹിനി അവതാരത്തിൻ്റെ പേരിലറിയപ്പെടുന്ന അസ്ത്രമാണ് മോഹിനിയാസ്ത്രം. ശത്രുക്കൾ സൃഷ്ടിക്കുന്ന മായയെ ഇല്ലാതാക്കാൻ കഴിയുന്ന അസ്ത്രമാണ് മോഹിനിയാസ്ത്രം.
നിവാത കവചന്മാർ സൃഷ്ടിച്ച മായയെ ഇല്ലാതാക്കാൻ അർജുനൻ മോഹിനി അസ്ത്രം ഉപയോഗിച്ചിരുന്നു. 13-ാമത്തേത് പർവ്വതാസ്ത്രം. ആകാശത്ത് നിന്ന് ഒരു പർവ്വതം ശത്രുക്കളുടെ മേൽ പതിക്കുവാൻ കാരണമാകുന്ന അസ്ത്രമാണ് അർജുനൻ്റെ കൈവശമുണ്ടായിരുന്ന പർവ്വതാസ്ത്രം. 14-ാമത്തേത് വൈഷ്ണവാസ്ത്രം. അർജുനൻ്റെ കൈവശമുണ്ടായിരുന്ന വിഷ്ണുദേവൻ്റെ അസ്ത്രമാണ് വൈഷ്ണവാസ്ത്രം. വൈഷ്ണവാസ്ത്രത്തെ വൈഷ്ണവാസ്ത്രം കൊണ്ട് മാത്രമേ തടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ഭഗദത്തൻ അർജുനന് നേരെ വൈഷ്ണവാസ്ത്രം പ്രയോഗിച്ചപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനന് മുന്നിൽ നിന്നുകൊണ്ട് ഈ അസ്ത്രത്തെ തടഞ്ഞു. 15-ാമത്തേത് രുദ്രാസ്ത്രം. മഹാഭാരതത്തിൽ അർജുനന് മാത്രം ഉണ്ടായിരുന്ന രുദ്രൻ്റെ ശക്തിയുള്ള അസ്ത്രമാണ് രുദ്രാസ്ത്രം. അർജുനൻ നിവാത കവചന്മാർക്കും കാലകേയന്മാർക്കുമെതിരെ ഈ അസ്ത്രം പ്രയോഗിച്ചിരുന്നു. 16-ാമത്തേത് ശബ്ദവേദാസ്ത്രം. അർജുനനും കൃഷ്ണനും മാത്രം അറിയാമായിരുന്ന അസ്ത്രമാണ് ശബ്ദവേദാസ്ത്രം. ശത്രുക്കൾ അപ്രത്യക്ഷരാകുന്നത് തടയുന്ന അസ്ത്രമാണ് ശബ്ദവേദാസ്ത്രം. ഗന്ധർവ രാജാവായ ചിത്രസേനനു നേരെ അർജുനൻ ഈ അസ്ത്രം പ്രയോഗിച്ചിരുന്നു. 17-ാമത്തേത് ത്വഷ്ടരാസ്ത്രം. ഒരു സൈന്യത്തിനു നേരെ ത്വഷ്ടരാസ്ത്രം പ്രയോഗിക്കുമ്പോൾ അവർ പരസ്പരം ശത്രുക്കളാണെന്ന് തെറ്റിദ്ധരിക്കുകയും തുടർന്ന് പരസ്പരം യുദ്ധം ചെയ്ത് മരിക്കുകയും ചെയ്യുന്നു. 18-ാമത്തേത് പ്രജ്ഞാസ്ത്രം. ബോധം വീണ്ടെടുക്കാൻ സഹായകമാകുന്ന അസ്ത്രമാണ് പ്രജ്ഞാസ്ത്രം. സമ്മോഹനാസ്ത്രത്തിനെതിരെയാണ് പ്രജ്ഞാസ്ത്രം പ്രയോഗിക്കുന്നത്. ഇത്രയുമാണ് അർജുനൻ്റെ 18 അസ്ത്രങ്ങളെക്കുറിച്ചും ആയുധങ്ങളെക്കുറിച്ചും എനിക്ക് പറയുവാനുള്ളത്. ഒരു ചോദ്യം ചോദിക്കാൻ ഉദ്ദേശിക്കുന്നു. ചോദ്യം ഇതാണ്: മഹാഭാരതത്തിലെ ഏത് യോദ്ധാവിനാണ് കവചകുണ്ടലങ്ങൾ ഉണ്ടായിരുന്നത്? ഉത്തരം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.